ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ല പറഞ്ഞിരിക്കുന്നു, ലഖദ് ജാഅക്കും, അല്ലാഹുവാണ് സത്യം, നിശ്ചയം നിങ്ങൾക്കിതാ വന്നു, റസൂലുൻ, ഒരു മഹത്തായ ദൂതർ വന്നിരിക്കുന്നു, മിൻ അംഫുസിക്കും, നിങ്ങളുടെ അതേ, നിങ്ങളുടെ നഫ്സിൽപ്പെട്ട പറഞ്ഞാൽ നേരെ വാക്കർത്ഥം, നിങ്ങൾ നഫ്സിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിൽ നിന്നും നിങ്ങളെ ഭാഷ സംസാരിക്കുന്ന ആരോടത് പറയണത്? അറബികളോടാണ്. അസീസുൻ അലൈഹി, ആ നബിക്ക് വല്ലാത്ത പ്രയാസമാണ്, മാ അനിത്തും, നിങ്ങൾക്ക് വിഷമമുണ്ടാകൽ നബിക്ക് വല്ലാത്ത ശുദ്ധത്തുള്ള കാര്യമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേലിൽ വല്ലാതെ അലച്ചു വെക്കുന്നവരാണ്. ഹിദായത്തായി കാണണം, എല്ലാവരും വിജയിച്ച് കാണണം, എല്ലാവരും സ്വർഗ്ഗക്കാരായി കാണണം എന്ന കാര്യത്തിൽ വല്ലാതെ അലച്ചു വെക്കുന്നവരാണ്. ബിൽ മുഅ്മിനീന റഊഫ്, മുഅ്മിനീങ്ങളോട് ശക്തമായ കാരുണ്യമുള്ളവരും, റഹീം, നന്നായി ഹൈർ ഉദ്ദേശിക്കുന്നവരുമാണ്. പിന്നെ ഇങ്ങനെയാണ് ജലാലിനി പറഞ്ഞ തഫ്സീർ എന്നാൻ്റെ ഓർമ്മ. പിന്നെ വറുവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഇബ്നു അബ്ബാസ് എന്നാരോ അയക്കാണ് ഹദീസ് കിട്ടിയത്. അന്നഹു ഖാൽ, നബി തങ്ങൾ പറയാണ്, കുൻതു, ഞാനായിരുന്നു, നൂറൻ, ഒരു നൂറായിരുന്നു. നൂറിന് ശരി മലയാളമല്ല, പരമാവധി പറയുകയാണെങ്കിൽ ഒളിവ് എന്നൊക്കെ പറയാം. ശരിയല്ലേ? ഖുർആനെ പറ്റിയും മറ്റൊക്കെ നൂർ എന്നവിടെ പ്രയോഗിച്ചത് ആത്മീയമായി ലഭിക്കുന്ന, നമുക്ക് മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു സംഗതി എന്നേ പറയാൻ പറ്റുള്ളൂ നൂർ. പിന്നെ അതിന് പരമാവധി പറയാൻ പറ്റുന്ന ലഫ്ള് എന്താണ്? നൂർ. ബൈന യദയില്ലാഹി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെയും ഇറാദത്തിൻ്റെയും മുമ്പിൽ നിലകൊള്ളുന്ന, അള്ളാഹിൻ്റെ ദാത്തിൻ്റെ മുമ്പിൽ നേട്ടം വെക്കാൻ പറ്റൂല, കാരണം ജിഹത്തില്ലല്ലോ. പിന്നെ ഖബ്ല യഖ്ലുഖ ആദം, ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ്, ബി അൽഫൈ ആം, 2000 വർഷം മുമ്പ് എന്നാ വാക്കർത്ഥം. ഇവിടെ ഉമ്മാരും അറിയില്ല, നിന്നെ ഞാൻ 100 വിളിച്ചു എന്നൊക്കെ പറയും, അതിനെ ഞാൻ 1000 വിളിച്ചു എന്ന് അറിഞ്ഞത്. ഇപ്പോൾ അതൊക്കെ പറഞ്ഞ ഉമ്മ ഇങ്ങനെ തസ്ബീഹ് മാലെടുത്ത് കാണ്ട് ഇങ്ങനെ വിളിച്ചുമ്പോൾ അങ്ങനെ മാലെടുത്ത് മറിച്ച് കണക്കാക്കി നല്ല അതിൻ്റെ അർത്ഥം. അത് ധാരാളം എന്ന അർത്ഥത്തിൽ കണക്കാം. മാത്രമല്ല ഈ സംഭവം ഇതിൻ്റെ മുമ്പാണ്, ആകാശവും ഭൂമി കിടക്കുന്നതിൻ്റെ മുമ്പാണ്. ആകാശവും ഭൂമിയും സൂര്യൻ ചന്ദ്രൻ കിടക്കുന്നതിൻ്റെ മുമ്പ് എന്തില്ല, ദിവസമല്ല, ആഴ്ചയല്ല, മാസമല്ല, കൊല്ലല്ല. അപ്പോൾ പിന്നെ അൽഫൈ ആം എന്നാണ് എന്താ അർത്ഥം? കുറേ മുമ്പ്, എത്രയോ മുമ്പ്, അത്ര ഉള്ളൂ ഇപ്പോൾ അതിന്. അതിപ്പോൾ ഖുർആനിൽ തന്നെ എന്തുണ്ട്, ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും മുഴുവൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ 50 അൽഫസനാറിന് സൂറത്തുൽ മാരിജിൽ. വേറെ ആയത്തിൽ കാരണം സൂറത്തുൽ നമ്മൾ സാധാരണ ഓതുന്ന സജദീ പറഞ്ഞു അൽഫസനത്തിൻ മിമ്മാതായുദ്ധു എന്ന് പറഞ്ഞു. ഒരു തുടിയിൽ മക്ഷറിൻ്റെ ദൂരം 1000 ആണെന്ന് പറഞ്ഞ, ഒരു 50,000 എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമൊന്നുമില്ല, ആകത്തും എന്തുള്ളൂ, ധാരാളം നടത്തുള്ളൂ അതിന്. പിന്നെ യുസബ്ബിഹുല്ലാഹ ദാലിക്കന്നൂറു, ആ നൂറ് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. തുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി, ആ നൂറിൻ്റെ തസ്ബീഹിനൊപ്പം മലക്കുകളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിനിക്ക്. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം, അങ്ങനെ ആദം അലൈഹിസ്സലാം അള്ളാഹു പടച്ചപ്പോൾ, അൽഖാ ദാലിക്കന്നൂറ, ആ നൂറിനെ അള്ളാഹു ആവഹിച്ചു, സ്ഥാപിച്ചു, ഫീ തീനതിഹി, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ ആവശ്യമായ ആ കളിമണ്ണിൽ ഈ നൂറങ്ങ് സ്ഥാപിച്ചു. ഫഹബത്തനീ, അള്ളാഹു എന്നെ ഇറക്കി, ഫി സുൽബി ആദം, ആദം അലൈഹി സ്വലാമിൻ്റെ സുൽബിലായ നിലയിൽ വെക്കണം അവിടെ. എങ്ങോട്ടിറക്കി? ഇലൽ അർളി, ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വിട്ടു. വജഅലനീ ഫി സഫീനത്തി, സഫീനത്തിനായ നിലയിൽ അവിടെ കൂട്ടണം. അള്ളാഹു എന്നെ ആക്കി, ഫി സുൽബി നൂഹ്, നൂഹ് അലൈഹി സ്വലാമിൻ്റെതായിരിക്കുന്ന സുൽബിലാക്കി, അല്ലെങ്കിൽ സുൽബിലായ നിലയിൽ സഫീനത്തിലാക്കി. രണ്ടാലൊന്ന് ഹാലാക്കണം, അല്ലെങ്കിൽ ഒരേ ജാറിനൊന്നും തലക്കാക്കാൻ പറ്റൂല. ഒരേ മാനാക്കുള്ള 2 ജാറിനെ ഒരു ഫീലൊന്നും തലക്കാക്കാൻ പറ്റൂല, രണ്ടാലൊന്നിനെ ഹാലാക്കണം. പിന്നെ വിചാരണി അള്ളന്നെ ആക്കി, ഫി സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് സുൽബിലാക്കി. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, മഹാനരെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ, വലംബസല്ലി റബ്ബി, എൻ്റെ റബ്ബെന്നെ ചലിപ്പിച്ചു കൊണ്ടിരുന്നു, നീക്കിക്കൊണ്ടിരുന്നു, മിനൽ അസ്ലാബിൽ കരീമ, ആദരണീയരായ
ആദരിക്കപ്പെടാതായിരിക്കുന്ന സുൽബുകളിൽ നിന്ന് അൽ ഫാഹിറ നല്ല ഫഹറുള്ളതായ എങ്ങോട്ട് ഇല്ലർഹാമിക് സീക്കത്തി ത്വാഹിറ പരിശുദ്ധമാതായിരിക്കുന്ന എല്ലാ തെറ്റിനെ തൊട്ടും മുക്തമാതായിരിക്കുന്ന വ്യഭിചാരം പോലുള്ളതായിരിക്കുന്ന തെറ്റത്തൊട്ട് പരിശുദ്ധമാതായിരിക്കുന്ന ഗർഭാശയങ്ങളിലേക്ക് അങ്ങനെ താഹ്റജനി അള്ളാഹു എന്നെ പുറത്തെടുത്തു മിമ്പൈനെ ബയ്യ എൻ്റെ മാതാപിതാക്കളാവുന്ന ഹാദമവാഹ് എന്നവരിലൂടെ വലം മെൽത്തക്കിയ എൻ്റെ മാതാപിതാക്കൾ കണ്ടുമുട്ടിയിട്ടില്ല ലാസിഫാഹിൻ വ്യഭിചാരത്തിൻ്റെ മേൽ കണ്ടുമുട്ടിയിട്ടില്ല കത്തൂ തീരെ തന്നെ സോറി അബ്ദുള്ള ആമിന എന്ന് പറയുന്ന എൻ്റെ മാതാപിതാക്കളുടെ നിന്ന് അല്ലാഹു എന്നെ ഇഖ്റാജ് ചെയ്തു ഏത് സീരുവൽ മെൽത്തക്കിയ എൻ്റെ നേരെ മാതാപിതാക്കളോ അതിന് മേപ്പെട്ടുള്ള ഒരു മാതാപിതാക്കളും കണ്ടുമുട്ടിയിട്ടില്ല വ്യഭിചാരത്തിൻ്റെ മേലിൽ കത്തൂ തീരെ തന്നെ.